ഇതെനിക്ക് വേണ്ട. ഹലോ ഗായ്സ്, അങ്ങനെ ഇതിപ്പോൾ പർപ്പിളിന് പ്രാന്തായതാണോ എനിക്ക് പ്രാന്തായതാണോ എന്നുള്ളതാണ് എൻ്റെ വളരെ വലിയൊരു സംഭവം. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചൊരു ലിപ്പ് ഓയിൽ ഓർഡർ ചെയ്തു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓർഡർ ചെയ്തപ്പോൾ വൻ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. കയ്യിൽ കിട്ടിയ സമയത്തുള്ള എൻ്റെ ഒറിജിനൽ എക്സ്പ്രഷനാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഓർഡർ ചെയ്തത്. എൻ്റെ കയ്യിൽ കിട്ടിയത് ഈ ഒരു വൃത്തികെട്ട പർപ്പിൾ കളറാണ്. ഇത് എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതിനെ കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി, കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ച് മേടിച്ചതല്ലേ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, റിട്ടേണിന് കൊടുത്ത സമയത്ത് റിട്ടേൺ റിക്വസ്റ്റ് റിജക്റ്റ് ആയിപ്പോയി. പിന്നെ ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ടൊന്നും നോ രക്ഷ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ റീപ്ലേസ്മെൻറ്റിന് ചുമ്മാ കൊടുത്തതാണ്, കിട്ടിയ ഊട്ടിയില്ലെങ്കിൽ ചട്ടി എന്നുള്ള രീതിയിൽ. പക്ഷേ റീപ്ലേസ്മെൻറ്റ് നമുക്ക് അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് വന്നു. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു പ്രൊഡക്റ്റ് കൊടുത്ത് പുതിയ പ്രൊഡക്റ്റ് മേടിക്കുന്നതിനാണല്ലോ നമ്മൾ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എൻ്റെ കയ്യിൽ നിന്ന് പഴയ ലിപ്പ് ഓയിൽ ആ ചേട്ടൻ കൊണ്ടുപോയില്ല. ഞാൻ ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഞങ്ങളോട് പ്രൊഡക്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടില്ല, അതിന് വേറെ ആൾ വരുന്നത്. ഇതുവരെ ഒരു മനുഷ്യൻ ഇവിടെ വന്ന് ഈ പ്രൊഡക്റ്റ് എടുത്ത് കൊണ്ടുപോയിട്ടില്ല. സംഭവം ഞാൻ എൻ്റെ വൻ പ്രതീക്ഷയിലാണ് റീപ്ലേസ്മെൻറ്റും ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതേ പക്ക സെയിം ഷെയ്ഡ്, ഇപ്പോൾ 2 ഷെയ്ഡിലുള്ള എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ലിപ്പ് ഓയിലാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് വെച്ച് എന്ത് ചെയ്യുന്ന ഒരു ഐഡിയയില്ല. പിന്നെ റീപ്ലേസ്മെൻറ്റ് എടുക്കാൻ വല്ലവരും വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പൊന്നു പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലിപ്പ് ഓയിലിൻ്റെ പ്രൈസിന് 2 കിട്ടിയെന്ന് പറയുന്നതായിരിക്കും ലാഭം, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഷെയ്ഡ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരോട് ഇതാണ് അതിൻ്റെ നാച്ചുറൽ ഷെയ്ഡ്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ അവസ്ഥയും ഇങ്ങനെയായി. നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനെങ്കിലും മറക്കണ്ട.